അനക്കസംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് യുഎസ്എസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്കത് പഠിക്കാം. ഏറ്റവും ചെറിയ അനക്കസംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 6, 2, 3 എന്നിവയാണ്. അതിൽ 6 ഒഴികെയുള്ള ഫാക്ടേഴ്സ് ഒന്ന് പ്ലസ് ചെയ്തേ, ഏത് തന്നെ കിട്ടും? 6 തന്നെ കിട്ടും. അതായത് ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സിൽ ആ സംഖ്യ ഒഴികെയുള്ളവ പ്ലസ് ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് അഥവാ അനക്കസംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്ത അനക്കസംഖ്യ എന്ന് പറയുന്നത് 28 ആണ്. 28ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 28, 2, 14, 7, 4 എന്നിവ. അതിൽ 28 ഒഴികെയുള്ള ഫാക്ടേഴ്സ് ഒന്ന് പ്ലസ് ചെയ്തേ, നമുക്ക് എത്ര തന്നെ കിട്ടും? 28 തന്നെ കിട്ടും. അടുത്ത അനക്കസംഖ്യ എന്ന് പറയുന്നത് 496 ആണ്. 496ന്റെ കേസിലും 496 ഒഴികെയുള്ള ഫാക്ടേഴ്സ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് തന്നെ കിട്ടും? ഈ 496 തന്നെ കിട്ടും. അടുത്ത അനക്കസംഖ്യ എന്ന് പറയുന്നത് 8128 ആണ്. അതായത് 8128 ആണ്. ഓക്കെ, ഇനി 2016 ചോദിച്ച ഒരു യുഎസ്എസ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 496 എക്സെപ്റ്റ് 496 ഈസ്. 496ന്റെ ഘടകങ്ങളിൽ 496 ഒഴികെയുള്ളവയുടെ തുക എത്രയാണ്? 496 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. അപ്പോൾ അതിന്റെ ഘടകങ്ങളിൽ അത് ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക, അതായത് 496 ഒഴികെയുള്ള ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് 496 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 496 തന്നെയാണ്. ഓക്കെ.